വിചാരിക്കണ്ടാവില്ല ഞാൻ എന്താ സെറ്റ് സാരിയൊക്കെ എടുത്ത് വന്നിരിക്കണേന്ന്. ഓണമാണെങ്കിൽ ആയിട്ടില്ല ഇത് ഏതാണ് ഈ സാധനം ഓണത്തിന് മുമ്പ് സെറ്റ് സാരിയൊക്കെ എടുത്ത് വന്നിരിക്കുന്നതെന്ന്. പക്ഷേ ഓണത്തിന്റെ വീഡിയോസിന് വേണ്ടി നമ്മൾ നേരത്തെ ഷൂട്ട് ചെയ്ത് വെക്കണമല്ലോ, എന്നാലല്ലേ എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റത്തുള്ളൂ. ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ടത് ഇതെന്റെ പേഴ്സണൽ ഷൂട്ടാണെന്ന്. ഒരിക്കലും അല്ല കേട്ടോ, ഇത് എന്റെ ട്യൂഷൻ ക്ലാസ്സിലെ ഷൂട്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇന്ന് ലേറ്റ് ആയി പോകുന്ന ഒരാളാണ്. ഇന്ന് ഞാൻ ലേറ്റ് ആയിട്ടാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. 9 മണിക്ക് വരാൻ പറഞ്ഞ എന്നോട് ഞാൻ 9 മണിക്ക് വിടുന്ന സാരി എടുക്കണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഊഹിക്കാമല്ലോ എത്രത്തോളം ഞാൻ ലേറ്റ് ആയിട്ടുണ്ടെന്ന്. എനിക്ക് അമ്മയാണ് കേട്ടോ സാരി എടുത്തു തന്നത്. ലേറ്റ് ആയതുകൊണ്ട് തന്നെ അമ്മ ഫുഡൊക്കെ വരി തന്നു കേട്ടോ. ഞാൻ വലിയ കാര്യമായിട്ട് എന്തോ പറഞ്ഞുകൊണ്ടിരിക്കണായിരുന്നു നമ്മുടെ അടുത്ത്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. 2 കളിയാക്കലും കേട്ടിട്ടാണോ ഞാൻ പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്തത്. കേട്ടില്ലേ, എന്നെ കളിയാക്കണമെന്നാണ് കേട്ടോ. വീട്ടിലെ ചേട്ടന്മാരുള്ളവർക്കൊക്കെ അല്ലെങ്കിൽ ബ്രദേഴ്സ് ഉള്ളവർക്കൊക്കെ നമുക്കിത് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുമല്ലേ. പെങ്ങന്മാരിങ്ങനെ കളിയാക്കിക്കൊണ്ടിരുന്നില്ലെങ്കിൽ ഇവർക്ക് എന്തോ വലിയൊരു കുറവ് പോലെയാണ്. എനിക്ക് പിന്നെ ഒന്നല്ല 2 എണ്ണമുണ്ട്, 2ന്റെയും ഞാൻ കേൾക്കേണ്ടി വരാറുണ്ട് കേട്ടോ. ചേട്ടന്മാരായി പോയല്ലേ, ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷെ എന്നാലും ഇതൊക്കെ ഞാൻ എൻജോയ് ചെയ്യാറുണ്ട് കേട്ടോ. ഇവരൊക്കെ നമ്മുടെ അടുത്തുനിന്ന് പോയി കഴിയുമ്പോഴാണ് നമ്മൾ ഇവരൊക്കെ വില മനസ്സിലാക്കുന്ന ഒരുപാട്. ശരിക്കും ആ കളിയാക്കലൊക്കെ മിസ് ചെയ്യണതും. അന്നാ എടുത്തുള്ളപ്പോഴാണെങ്കിൽ നമ്മൾ വെറുപ്പിച്ചിട്ടേ അടങ്ങുള്ളൂ. ഇവരൊക്കെ വെറുപ്പീരാണെങ്കിൽ കൂടി ചില സമയത്ത് എടുത്തിട്ട് അടിക്കാൻ തോന്നുമെങ്കിലും ആരോഗ്യപരമായിട്ടും കായികപരമായിട്ടും അവരാണ് മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലാറില്ല കേട്ടോ അധികം അടിക്കാനായിട്ട്. പിന്നെ എന്നേലുള്ള ആയുധം നാവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് വെച്ചിട്ടാണ് ഞാൻ പിന്നെയുള്ള വർത്താനമൊക്കെ ഉണ്ടാവാറ്. അങ്ങനെ ഞാൻ റെഡി ആയി കഴിഞ്ഞു കേട്ടോ. റെഡി ആയിട്ട് ഒരു ഓട്ടപ്പാച്ചിൽ തന്നെയായിരുന്നു. ഇതായിരുന്നു കേട്ടോ എൻ്റെ ഫൈനൽ ലുക്ക്. ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്നിട്ട് നേരെ ഞാൻ ട്യൂഷൻ സെന്ററിലേക്ക് പോയി. അവിടെ നിന്നാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് പോയത് കേട്ടോ. അവിടുത്തെ കുറച്ച് ഇൻസിഡൻസ് ആണ് കേട്ടോ. ഇതൊരു റീലിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അതിന്റെ ഇടയ്ക്ക് കൂടെ ഞാൻ വീഡിയോ എടുത്തതാണ്. അതിന്റെ ഇടയ്ക്ക് നല്ല മഴയും പെയ്തായിരുന്നു. അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഫൈനലി ഞാൻ വൈകുന്നേരം പോയി വീടെത്തി. നേരെ ഒരു കുളിയും പാസ്സാക്കി. അത്യാവശ്യം ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ചെറിയൊരു സ്ക്രബ് ഇട്ടു. എന്റെ സാധാരണ സ്കിൻ കെയറും ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നു കേട്ടോ. വീഡിയോ എഡിറ്റ് ചെയ്ത് ഞാൻ ഉറങ്ങിപ്പോയി ചെറുതായിട്ട്. ആ ഉറക്കം കഴിഞ്ഞ് എനിക്ക് രാത്രി 12 മണിക്കായിരുന്നു കേട്ടോ. അപ്പോഴാണ് വിളിച്ച വീഡിയോ മൈൻഡ് ചെയ്തില്ലാന്ന്. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം കടന്നു പോയിട്ടോ. അപ്പൊ എന്തായാലും ഇന്നത്തേക്ക് ഇത്രയുള്ള നെക്സ്റ്റ് വീഡിയോ ബൈ.